ഈശോയുടെ ജന്മത്തിരുന്നാളായിട്ട് ഏറ്റവും അടുത്ത് ഒരുങ്ങി നിൽക്കുമ്പോൾ സമാഗതമാകുന്ന ക്രിസ്തുമസിന്റെ മംഗളങ്ങൾ ഒത്തിരി സ്നേഹത്തോടുകൂടെ ഏവർക്ക് ആശംസിക്കുകയാണ്. ഈശോ ഈ ലോകത്തിലേക്ക് വന്നത് ഏറ്റവും ചെറിയവനായ കാലിത്തൊഴുത്തിൽ പിറന്നുകൊണ്ടാണ്. അവൻ ചെറിയവനായത് എല്ലാവരെയും ഉൾക്കൊള്ളാൻ, എല്ലാവരെയും പരിഗണിക്കാനാണ്. പുൽക്കുട്ടിൽ പിറന്ന ഉണ്ണിയേശു നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത് എല്ലാവരെയും പരിഗണിക്കാനുള്ള ഒരാഹ്വാനമാണ്. എല്ലാവരെയും പരിഗണിക്കണമെങ്കിൽ ഞാനും ഇതുപോലെ ചെറുതാകണം. ഈശോ ചെറുതായതുപോലെ ഞാനെന്ന ഭാവത്തെ ഒന്ന് ഇല്ലാതാക്കണം. കുടുംബത്തിൽ ഭർത്താവ് ഭാര്യയുടെ മുന്നിലൊന്ന് തോറ്റുകൊടുക്കാൻ പഠിക്കണം. ഭാര്യ ഭർത്താവിന്റെ മുന്നിലൊന്ന് തോറ്റുകൊടുക്കാൻ പഠിക്കണം. മക്കള് മാതാപിതാക്കളുടെ മുന്നിൽ തോറ്റുകൊടുക്കണം. ഇങ്ങനെ ചെറുതാകുന്നിടത്ത് മാത്രമേ മറ്റുള്ളവരെ പരിഗണിക്കാൻ, മറ്റുള്ളവരെ ബഹുമാനിക്കാൻ സാധിക്കുകയുള്ളൂ. പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ ബഹുമാനിക്കുന്നതിൽ മുന്നിട്ട് നിൽക്കുക. ബഹുമാനിക്കുന്നതിൽ മുന്നിട്ട് നിൽക്കണമെങ്കിൽ എനിക്കും ഇതുപോലെ ചെറുതാകാൻ, ഞാനെന്ന ഭാവത്തെ ഇല്ലാതാക്കാൻ സാധിക്കണം. ഇന്നത്തെ കാലഘട്ടത്തിന്റെ പ്രത്യേകത മറ്റുള്ളവരെ അപമാനിക്കുന്ന, അത് നേരിട്ടാണെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെയാണെങ്കിലും മറ്റുള്ളവരെ അപമാനിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്ന, ആനന്ദം കണ്ടെത്തുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെയാണ് പുൽക്കുട്ടിൽ പിറന്ന ഉണ്ണിയേശു നമ്മളെ ചലഞ്ച് ചെയ്യുന്നത്, മറ്റുള്ളവരെ ബഹുമാനിക്കാൻ, എല്ലാവരെയും പരിഗണിക്കുവാനായിട്ട് ആഹ്വാനം ചെയ്യുന്നത്. ഈ ആഹ്വാനം നമുക്കും സ്വീകരിക്കാം. അതിനുവേണ്ടി ഈ ക്രിസ്മസിന് ഒരുക്കമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. 2025 ക്രിസ്മസിനായി ഒരുങ്ങുമ്പോൾ ഡിസംബർ 15 തീയതി നാം ധ്യാനിക്കുന്ന ചിന്ത പരിഗണന നൽകൽ എന്ന വിഷയമാണ്. നമുക്ക് ചുറ്റുമുള്ള പലർക്കും നാം വേണ്ടുന്ന പരിഗണന നൽകാതെ പോയിട്ടുണ്ടാകാം. നാം പരിഗണന നൽകേണ്ടവരെ നമുക്ക് ഓർക്കാം. അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുവാനും സാധ്യമെങ്കിൽ അവരോടൊപ്പം സമയം ചെലവഴിക്കാനും നമുക്ക് ഈ ദിവസം പരിശ്രമിക്കാം. ഇതുമായി ബന്ധപ്പെട്ട് നാം ചെയ്യുന്ന ആക്ടിവിറ്റി നമ്മുടെ മാതാപിതാക്കളെയും ഗ്രാൻഡ് പാരൻസിന്റെയും കൂടെ സമയം ചെലവഴിക്കുക എന്നതാണ്. അവരെ കേൾക്കുവാനും അവരുടെ ജീവിതാനുഭവങ്ങൾ ശ്രദ്ധയോടെ മനസ്സിലാക്കുവാനും അവരുടെ കൂടെ സമയം ചെലവഴിക്കുവാനും നമുക്ക് കഴിയണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഇതൊരു മാതൃകയാവട്ടെ. എല്ലാവർക്കും എന്റെയും എന്റെ കുടുംബത്തിന്റെയും മാനന്തവാടി സോണിന്റെയും ക്രിസ്മസ് മംഗളാശംസകൾ.